ഹായ് ഗൈസ്, ഡെയിലി ജോമന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജോമനിൽ എങ്ങനെ നമുക്ക് ഒരു സെന്റൻസ് ഉണ്ടാക്കാമെന്നാണ്. സെന്റൻസ് സ്ട്രക്ചറിന് നമ്മൾ ജർമ്മനി പറയുന്ന സറ്റ് സ്ട്രക്ടോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ജർമ്മനിൽ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ പഠിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് എന്താണെന്നുള്ളത്. ആദ്യമായിട്ട് സബ്ജക്റ്റിന് നമ്മൾ ജർമ്മനി പറയുന്നത് സബ്ജക്റ്റ് എന്നാണ്. സബ്ജക്റ്റ് എന്നാൽ ഒരു സെന്റൻസ് എടുത്താൽ ആ സെന്റൻസിലെ പ്രവൃത്തി ചെയ്യുന്ന വ്യക്തിയോ വസ്തുവോ ആണ്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, തോമസ് സ്പിൽഡ് ഫുട്ബോൾ. തോമസ് ഫുട്ബോൾ കളിക്കുന്നു. ആരാണ് ഫുട്ബോൾ കളിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് തോമസ്. അപ്പോൾ ഈ സെന്റൻസിലെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തോമസ് ആണ്. ഇനി വെർബ് എന്താണെന്ന് നോക്കാം. വെർബിന് ജർമ്മനിൽ നമ്മൾ പറയുന്നത് വെർബ് എന്ന് തന്നെയാണ്. ഒരു സെന്റൻസ് എടുത്താൽ ആ സെന്റൻസിലെ പ്രവൃത്തിയാണ് വെർബ് എന്നത്. ഉദാഹരണത്തിന് 2 വെർബുകൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വെർബ് സ്പീലൻ, അതിന്റെ അർത്ഥം കളിക്കുക. ലേണൻ, അതിന്റെ അർത്ഥം പഠിക്കുക. അടുത്തത് മൂന്നാമതായി ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ. ഈ സെന്റൻസിൽ എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബാക്കിയുള്ള ഇൻഫർമേഷൻസ് ഒരു സെന്റൻസിൽ കാണും. ഇത് നമുക്കൊരു ഉദാഹരണം നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. നമുക്ക് ഒരു സെന്റൻസിന്റെ ബേസിക് ആയിട്ടുള്ള ഫോർമുല നോക്കാം. ആദ്യം സബ്ജക്റ്റ്, രണ്ടാമത്തെ പൊസിഷനിൽ വെർബ്, മൂന്നാമത്തെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ, അതിനെ സംബന്ധിച്ചുള്ള ബാക്കിയുള്ള ഇൻഫർമേഷൻസ്. ഇത് ഒരു ഫോർമുലയല്ല, ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടി എളുപ്പത്തിന് ഇങ്ങനെയാണ് ഒരു ജർമ്മൻ സെന്റൻസ് നമ്മൾ ഉണ്ടാക്കുന്നത്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന സെന്റൻസ് നോക്കിയാലോ. ഇഷ് ഹൈസ് ടീന. എന്റെ പേര് ടീന എന്നാണ്. ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? എന്നെ പറ്റി തന്നെയാണ്. അപ്പോൾ ഇഷ്, ഞാൻ, എന്റെ, ആ വാക്കാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. സെക്കൻഡ് പൊസിഷനിൽ നോക്കുകയാണെങ്കിൽ ഹൈസെ എന്നാണ്. ഹൈസെ എന്നാൽ ഹൈസൻ എന്ന വെർബിന്റെ കോൺജുഗേറ്റഡ് ഫോം ആണ്. അതിന്റെ ഇൻഫിനിറ്റീവ് ഫോം, അതായത് സമ്പൂർണ്ണ രൂപം എന്നത് ഹൈസൻ എന്നാണ്. അതൊരു ടേബിളിൽ നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഹൈസൻ എന്ന വെർബിന്റെ അർത്ഥം ടു ബി കോൾഡ് അല്ലെങ്കിൽ വിളിക്കുന്നത് എന്നാണ്. ഇവിടെ സബ്ജക്റ്റിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്താണ് നമ്മൾ ഹൈസെ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വെർബ് ഹൈസെ ആണ്. അത് സെക്കൻഡ് പൊസിഷനിലാണ് എഴുതുന്നത്. അത് മാത്രമല്ല, ഇവിടുത്തെ സബ്ജക്റ്റ് ആയ ഇഷിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്ത് ഹൈസെ എന്നാണ് നമ്മൾ വെർബ് എഴുതിയിരിക്കുന്നത്. വെർബിന്റെ കോൺജുഗേഷൻ ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇഷ് ഹൈസ് ടീന, എന്റെ പേര് ടീന എന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ എങ്ങനത്തൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു? സബ്ജക്റ്റ് ഫസ്റ്റ് പൊസിഷനിലായിരിക്കും, വെർബ് സെക്കൻഡ് പൊസിഷനിലായിരിക്കും. ബാക്കി എന്ത് ഇൻഫർമേഷനാണ് പറയാനുള്ളത് അത് പിന്നീട് നമ്മൾ എഴുതി ചേർക്കും. ഒരു ഉദാഹരണം കൂടി കണ്ടാലോ. ഇഷ് വോണ ഇൻ കൊച്ചി. ഞാൻ കൊച്ചിയിൽ താമസിക്കുന്നു. ഇവിടെ ആരെ പറ്റിയാണ് പറയുന്നത്? എന്നെ കുറിച്ച് തന്നെ. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് ഞാനാണ്, അതായത് ഇഷ്. ഇനി ഇവിടുത്തെ വെർബ് വോണൻ എന്നുള്ള വെർബാണ്. ഇവിടെ സബ്ജക്റ്റ് ആയ ഇഷിനനുസരിച്ച് വെർബ് കോൺജുഗേറ്റ് ചെയ്ത് നമ്മൾ വോണെ എന്നാണ് എഴുതിയിരിക്കുന്നത്. വോണെ എന്ന വെർബ് വോണൻ എന്ന വെർബിന്റെ സമ്പൂർണ്ണ രൂപം കോൺജുഗേറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അതുകൂടാതെ വെർബ് സെക്കൻഡ് പൊസിഷനിലാണ് എഴുതിയിരിക്കുന്നത്. അതിനുശേഷം ഇൻ കൊച്ചി, അതായത് ബാക്കി എന്താണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ സെന്റൻസിൽ പറയുന്നതാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം, ഫസ്റ്റ് പൊസിഷനിൽ ഇഷ് സബ്ജക്റ്റ്, സെക്കൻഡ് പൊസിഷനിൽ വോണ വെർബ്, ബാക്കി എന്ത് ഇൻഫർമേഷന് അതിന്റെ തുടർച്ചയായിട്ട് എഴുതണം. ഇനി വേറൊരു ഇമ്പോർട്ടന്റ് റൂളും കൂടി ഉണ്ട്. അതായത് നമുക്ക് സബ്ജക്റ്റ് ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ മാത്രമല്ല എഴുതാൻ പറ്റുന്നത്. നമുക്ക് മറ്റെന്തെങ്കിലും കാര്യം ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ പറയണമെങ്കിൽ നമുക്ക് സബ്ജക്റ്റിന്റെ പൊസിഷൻ മാറ്റാൻ പറ്റുന്നതാണ്. ഒരു ഉദാഹരണം നോക്കിയാലോ. ഹോയ്റ്റ് ലേണ ഇഷ് ഡോയ്ഷ്. ഹോയ്റ്റ് ലേണ ഇഷ് ഡോയ്ഷ്. ഇന്ന് ഞാൻ ജർമ്മൻ പഠിക്കുന്നു. ഹോയ്റ്റ് എന്നാൽ ഇന്ന്. ഇവിടെ നമ്മൾ ഇന്ന് എന്ന സമയം പറയാനാണ്
ആദ്യം ഹോയ്റ്റ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് വെർബ് നമ്മൾ സെക്കൻഡ് പൊസിഷനിൽ തന്നെ എഴുതുന്നു. വെർബ് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്താണ് എഴുതുന്നത്. അതിനുശേഷം മൂന്നാമത്തെ പൊസിഷനിലാണ് സബ്ജക്റ്റ് ആയ ഇഷ് എഴുതിയിരിക്കുന്നത്. ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിൽ എഴുതണം. എന്നാൽ സബ്ജക്റ്റ് ആദ്യത്തെ പൊസിഷനിലോ തേർഡ് പൊസിഷനിലോ നമുക്ക് എഴുതാൻ പറ്റും. അത് സെന്റൻസിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത് അതിന്റെ അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തി എഴുതാവുന്നതാണ്. ഇനി നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടി നോക്കിയാലോ. ഒരു ജർമ്മന്റെ സെന്റൻസിൽ സാധാരണമായി സബ്ജക്റ്റും വെർബും ഒബ്ജക്റ്റ് അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച മറ്റ് ഇൻഫർമേഷൻസും ഉണ്ടായിരിക്കും. വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും. വെർബ് സബ്ജക്റ്റിന് അനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യപ്പെടും. സബ്ജക്റ്റ് നമുക്ക് ഫസ്റ്റ് പൊസിഷനിൽ എഴുതാം, അതുപോലെ തന്നെ തേർഡ് പൊസിഷനിൽ എഴുതാം. സബ്ജക്റ്റ് ഫസ്റ്റ് പൊസിഷനിലാണെങ്കിലും തേർഡ് പൊസിഷനിലാണെങ്കിലും വെർബ് എപ്പോഴും സെക്കൻഡ് പൊസിഷനിലായിരിക്കും. അതുകൂടാതെ വെർബ് സബ്ജക്റ്റിനനുസരിച്ച് കോൺജുഗേറ്റ് ചെയ്യപ്പെടും. ഇനി ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ജർമ്മനിലെ വെർബ് അത് എപ്പോഴും സ്മോൾ ലെറ്റർ കൊണ്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൂടാതെ നോമൻ, അതായത് നാമങ്ങൾ അല്ലെങ്കിൽ നൗണ്, എപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും എഴുതുന്നത്. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് പുതുതായി ആരംഭിച്ച ഒരു ചാനലാണ്. അതിനാൽ എല്ലാവരും പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള കണ്ടന്റ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കല്ലേ. താങ്ക്